ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 65-ാം സൂറത്തും 28-ാം ജുസുയിൽ ആകെയുള്ള 9 സൂറത്തുകളിൽ 8-ാമത്തെ സൂറത്തുമായ സൂറ അത്തൊലാഖാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ത്വലാഖ് എന്നാൽ മോചനം, സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് നേർക്ക് നേരെയുള്ള അർത്ഥം. വിവാഹമോചനത്തെ സൂചിപ്പിക്കാൻ ഈ പദം തന്നെയാണ് ഉപയോഗിക്കാറ്. ഈ സൂറത്തിൽ ത്വലാഖ് എന്ന പദം വന്നിട്ടില്ല. എങ്കിലും ആദ്യ ആയത്തിൽ തൊല്ലഖ്തും, തൊല്ലിഖു എന്നീ ക്രിയാരൂപങ്ങൾ വന്നിട്ടുണ്ട്. സൂറ അൽ ബഖറയിൽ 2 പ്രാവശ്യം ത്വലാഖ് എന്ന പദം വന്നിട്ടുണ്ട്. ഈ സൂറത്തിൽ 12 ആയത്തുകളാണ് ആകെയുള്ളത്. 12 ആയത്തുകൾ മാത്രമുള്ള 2 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ളത്. ഒന്ന് ഈ സൂറത്തും മറ്റൊന്ന് തൊട്ടടുത്ത സൂറത്തായിട്ടുള്ള അത്തഹരീമും. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സൂറത്തിനെ വിശേഷിപ്പിച്ചത് സൂറത്തു നിസാ ഉൽ ഖുസ്റ എന്നാണ്. സൂറത്തു നിസാഇനെ ചുരുക്കിയത്, അല്ലെങ്കിൽ സൂറത്തു നിസാഇനെ സംഗ്രഹിച്ചത്, അല്ലെങ്കിൽ ചെറിയ സൂറത്തു നിസാ എന്നൊക്കെ അർത്ഥം. ഈ സൂറത്തിൽ 25 തവണ അള്ളാഹു എന്ന പദം വന്നിട്ടുണ്ട്. അതിൽ 16 തവണയും വന്നിട്ടുള്ളത് ത്വലാഖിനെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ 7 ആയത്തുകളിലാണ്. ഈ സൂറത്ത് മദീനയിൽ അവതരിച്ച സൂറത്താണ്, അതായത് മദനീയ ആണ്. ഈ സൂറത്തിൽ 2 റുക്കൂഴുകളാണുള്ളത്. 1-ാം റുക്കൂഴിൽ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളും 2-ാം റുക്കൂഴിൽ 8 മുതൽ 12 വരെയുള്ള ആയത്തുകളുമാണുള്ളത്. റുക്കൂ എന്ന് പറഞ്ഞാൽ മുൻകാല പണ്ഡിതന്മാർ നിസ്കാരങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക വിഷയം, അല്ലെങ്കിൽ അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയം പൂർത്തിയായതിനു ശേഷമാണ് റുക്കൂയിലേക്ക് പോയിരുന്നത്. അങ്ങനെ അവർ ഖുർആൻ പാരായണം നിർത്തി റുക്കൂയിലേക്ക് പോയിരുന്ന അത്തരം സ്ഥലങ്ങളെയാണ് പരിശുദ്ധ ഖുർആനിൽ റുക്കൂ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ചില മുസ്ഹഫുകളിൽ ഐൻ എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഈ സ്ഥലങ്ങളെ സൂചിപ്പിക്കാറുള്ളത്. ഈ സൂറത്തിൻ്റെ തുടക്കം യാ അയ്യുഹൻ നബിയു എന്നതുകൊണ്ടാണ്. ഈ രൂപത്തിലുള്ള തുടക്കമുള്ള 3 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അവ ഈ സൂറത്തിന് പുറമെ അത്തഹരീം, അൽ അസാബ് എന്നീ സൂറത്തുകളാണ്. മൊത്തം ഖുർആനിൽ 13 തവണ യാ അയ്യുഹൻ നബിയു എന്ന പദം വന്നിട്ടുണ്ട്. യാ അയ്യുഹ എന്നതുകൊണ്ട് തുടങ്ങുന്ന 10 സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തു നിസാ, മാഇദ, ഹജ്ജ്, അഹ്സാബ്, ഹുജറാത്ത്, മുംതഹിന, ത്വലാഖ്, തഹരീം, മുസമ്മിൽ, മുദ്ദസ്സിർ എന്നിവയാണവ. സൂറ അൽ ബഖറയിലെ ആദ്യവട്ട വിവാഹമോചന നിയമങ്ങൾ അവതരിച്ച ശേഷമാണ് ഈ സൂറത്തിൻ്റെ അവതരണം. നമുക്കിന്ന് ഈ സൂറത്തിൻ്റെ ആദ്യ ആയത്ത് പഠിക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇദാ ത്വല്ലഖ്തുമുൻ നിസാഅ ഫത്വല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന വഅഹ്സുൽ ഇദ്ദ വത്തഖുല്ലാഹ റബ്ബക്കും ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന വലാ യഖ്റുജ്ന ഇല്ലാ അൻ യഅ്തീന ബിഫാഹിശത്തിൻ മുബയ്യിന വതിൽക ഹുദൂദുല്ലാഹ് വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹു ലാ തദ്രീ ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറാ. ഈ ഒരു ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം യാ അയ്യുഹൻ നബിയു, പ്രവാചകനെ വിളിച്ചുകൊണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ് ഈ ഒരു സൂറത്ത് തുടങ്ങുന്നത്. യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദമാണ്. ഹേ എന്നൊക്കെ അർത്ഥം കൊടുക്കാം. യാ അയ്യുഹൻ നബിയു, പ്രവാചകരെ, നബിയെ. ഇദാ ത്വല്ലഖ്തും, ത്വലഖ എന്ന് പറഞ്ഞാൽ മോചനം നേടി എന്നാണ്. ത്വല്ലഖ മോചിപ്പിച്ചു. ത്വല്ലഖ്തും നിങ്ങൾ മോചിപ്പിച്ചു. ത്വല്ലഖ എന്നുള്ളതിൻ്റെ കൂടെ അൻതും എന്ന് ചേർക്കുമ്പോഴാണ് ത്വല്ലഖ്തും, നിങ്ങൾ മോചിപ്പിച്ചു. ഇദാ ത്വല്ലഖ്തും, നിങ്ങൾ മോചിപ്പിച്ചാൽ, നിങ്ങൾ മോചിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ, അൻ നിസാ, സ്ത്രീകളെ, അതായത് നിങ്ങളുടെ ഭാര്യമാരെ, ഫ ത്വല്ലിഖൂഹുന്ന, ഫ അപ്പോൾ ത്വല്ലിഖൂ, ത്വല്ലഖ ത്വലാഖ് ചെയ്തു, ത്വല്ലിഖ് നീ ത്വലാഖ് ചെയ്യ്,
തൊല്ലിഖൂ നിങ്ങൾ തൊലാക്ക് ചെയ്യുവീൻ. ഫ തൊല്ലിഖൂ ഹുന്ന അപ്പോൾ നിങ്ങൾ അവരെ തൊലാക്ക് ചെയ്യുവീൻ. ഹുന്ന എന്ന് പറഞ്ഞാൽ അവരെ, സ്ത്രീകളെ. ലി ഇദ്ദത്തിഹിന്ന, ലി എന്ന് പറഞ്ഞാൽ ക്ക്, ന്, വേണ്ടി എന്നൊക്കെ അർത്ഥം. ഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇദ്ദാകാലം. ഹുന്ന അവരുടെ, അതിവിടെ ഹിന്ന എന്നുള്ള രൂപത്തിലാണ് വന്നത്. അവരുടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹിന്ന അല്ലെങ്കിൽ ഹുന്ന എന്നൊക്കെ പറയാം. പുരുഷന്മാരുടെ ആകുമ്പോൾ ഹും എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ലി ഇദ്ദത്തിഹിന്ന അവരുടെ ഇദ്ദാകാലത്തേക്ക്. വ അഹ്സു അവിടെ വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അഹ്സ്വാ എന്ന് പറഞ്ഞാൽ കണക്കാക്കി എന്നാണ്. അതിൻ്റെ കൽപ്പനക്രിയ അഹ്സി, നീ കണക്കാക്ക്. കുറേ പേരോട് പറയുമ്പോൾ അഹ്സു നിങ്ങൾ കണക്കാക്കുവീൻ, വ അഹ്സു നിങ്ങൾ കണക്കാക്കുകയും ചെയ്യുവീൻ, അൽ ഇദ്ദത്ത ആ ഇദ്ദ അല്ലെങ്കിൽ ആ ഇദ്ദാകാലം നിങ്ങൾ കണക്കാക്കുകയും ചെയ്യുവീൻ. വത്തഖുല്ലാഹ വാവ് അത്ഫിൻ്റെ വാവാണ്. അത് മാത്രമല്ല ഇനി പറയുന്നതും ഇത്തഖൂ, ഇത്തഖ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിച്ചു. ഇത്തഖി നീ സൂക്ഷ്മത പാലിക്ക്. ഇത്തഖൂ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവീൻ. വത്തഖൂ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുവീൻ. അല്ലാഹ അള്ളാഹുവിനെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. റബ്ബക്കും റബ്ബ രക്ഷിതാവായ, കും നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. ലാ തുഹ്രിജൂഹുന്ന ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു വന്നു, അഹ്റജ പുറത്താക്കി അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവന്നു. തുഹ്രിജു നീ പുറത്തു കൊണ്ടുവരും, നീ പുറത്തു കൊണ്ടുവരുന്നു. തുഹ്രിജൂന നിങ്ങൾ പുറത്തു കൊണ്ടുവരും അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. ലാ തുഹ്രിജു നിങ്ങൾ പുറത്തു കൊണ്ടുവരരുത്, നിങ്ങൾ പുറത്താക്കരുത്. ഹുന്ന അവരെ, ലാ തുഹ്രിജു ഹുന്ന നിങ്ങൾ അവരെ പുറത്താക്കരുത്. മിൻ ബുയൂത്തിഹിന്ന, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. ബുയൂത്ത് ബൈത്തിൻ്റെ ബഹുവചനാണ് ബുയൂത്ത്, ബൈത്തിൻ്റെ ജംആണ് ബുയൂത്ത്, വീടുകൾ. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, ബുയൂത്ത് വീടുകൾ. ബുയൂത്തിഹിന്ന അവരുടെ വീടുകൾ, മിൻ ബുയൂത്തിഹിന്ന അവരുടെ വീടുകളിൽ നിന്ന്. വലാ യഹ്റുജ്ന ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു വന്നു. യഹ്റുജു അവൻ പുറത്തു വരും. തഹ്റുജു സ്ത്രീലിംഗ രൂപത്തിൽ പറയുമ്പോൾ തഹ്റുജു അവൾ പുറത്തു വരും. തഹ്റുജു തഹ്റുജാനി യഹ്റുജ്ന, യഹ്റുജ്ന എന്നാകുമ്പോൾ കുറേ സ്ത്രീകൾ അവർ പുറത്തു വരും. അപ്പോൾ ലാ യഹ്റുജ്ന അവർ പുറത്തു പോവരുത്. വലാ യഹ്റുജ്ന തുടക്കത്തിലൊരു വാവുണ്ട്, വലാ യഹ്റുജ്ന അത് അത്ഫിൻ്റെ വാവാണ്. അവർ പുറത്തു പോവുകയും അരുത്. ഇല്ല അല്ലാതെ. ഐ യഅ്തീന ബി അതാ എന്ന് പറഞ്ഞാൽ വന്നു, ജാ എന്നുള്ള അർത്ഥം. യഅ്തി വരും, വരുന്നു. തഅ്തി അവൾ വരും, അവൾ വരുന്നു. തഅ്തി തഅ്തിയാനി യഅ്തീന, യഅ്തീന എന്ന് പറയുമ്പോൾ കുറേ സ്ത്രീകൾ അവർ വരും എന്നർത്ഥത്തിൽ. അതിൻ്റെ കൂടെ ബി വരുന്നുണ്ട്. ഈ അതാ ബി എന്നാകുമ്പോൾ കൊണ്ടുവന്നു എന്നുള്ള അർത്ഥം കിട്ടും. വെറും അതാ എന്നാകുമ്പോൾ വന്നു, ജാ എന്നുള്ള അർത്ഥം. അതിൻ്റെ കൂടെ ബി വരുമ്പോൾ കൊണ്ടുവന്നു എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ ഇല്ലാ ഐ യഅ്തീന ബി അവർ കൊണ്ടുവന്നാലല്ലാതെ. എന്ത്? ഫാഹിഷത്തിൻ, ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ദുർവൃത്തി, നീചവൃത്തി, വളരെ ദുഷിച്ച കാര്യം. മുബയ്യന വ്യക്തമായ. വ തിൽക്ക വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. ഇസ്തിനാഫിയുടെ വാവ് എന്ന് പറഞ്ഞാൽ ഒരേ വിഷയം പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഓരോ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിലൊക്കെ ഒരു വാവ് കൊടുക്കും. അതിന് നമുക്ക് വേർതിരിവിനുള്ള വാവ് എന്നോ അല്ലെങ്കിൽ ചേർച്ചക്കുള്ള വാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കാറില്ല അതിന്. ഇനി കൊടുക്കുകയാണെങ്കിൽ എനി എന്നുള്ള അർത്ഥം കൊടുക്കാം. തിൽക്ക വ തിൽക്ക അത് ഹുദൂദുല്ലാഹി, ഹുദൂദ് എന്ന് പറഞ്ഞാൽ ഹദ്ദിൻ്റെ ബഹുവചനമാണ് ഹുദൂദ്, അതിർത്തികൾ. ഹുദൂദുല്ലാഹി അള്ളാഹുവിൻ്റെ അതിർത്തികൾ. വ തിൽക്ക ഹുദൂദുല്ലാഹി അത് അള്ളാഹുവിൻ്റെ അതിർത്തികളാകുന്നു. വമൈ യതഅദ്ദ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, അവിടെയും അർത്ഥം കൊടുക്കേണ്ടതില്ല. യതഅദ്ദ, തഅദ്ദ എന്ന് പറഞ്ഞാൽ വിട്ട് കടന്നു എന്നാണ്. തഅദ്ദ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു ഉച്ചരിക്കാത്ത യാ ഉണ്ട്, തഅദ്ദ. അതിൻ്റെ മുലാരിയാണ് യതഅദ്ദ, അവിടെയുണ്ട് അവസാനത്തിലൊരു യാ ഉച്ചരിക്കാത്ത. യതഅദ്ദ എന്ന് പറയുമ്പോൾ വിട്ട് കടക്കും, വിട്ട് കടക്കുന്നു. അതിൻ്റെ തുടക്കത്തിൽ മൻ വരുമ്പോൾ
മൻ യതഅദ്ദ എന്നാവും, ആ അവസാനത്തെ യാ പോവും. മൻ യതഅദ്ദ, ആരാണോ വിട്ടുകടക്കുന്നത്, ആർ വിട്ടുകടക്കുന്നുവോ, അല്ലെങ്കിൽ വല്ലവനും വിട്ടുകടക്കുകയാണെങ്കിൽ. അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്, അത് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. വമൻ യതഅദ്ദ, ആരാണോ വിട്ടുകടക്കുന്നത്, ഹുദൂദല്ലാഹി, എന്ത് വിട്ടുകിടക്കുക, ഹുദൂദല്ലാഹി, അള്ളാഹുവിൻ്റെ അതിർത്തികൾ. ഫഖദ് ലലമ, ഫ അപ്പോൾ, ഖദ് തീർച്ചയായും, ലലമ അക്രമം ചെയ്തു. ഈ മാളിയായ പദത്തിൻ്റെ മുമ്പിൽ ഖദ് വരുമ്പോൾ തീർച്ചയായും എന്നുള്ള അർത്ഥം കിട്ടും. മുലാരിയുടെ മുമ്പിൽ വരുമ്പോൾ ഏറെക്കുറെ എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ ലലമ എന്നുള്ളത് മാളിയായ പദമാണ്, അതിൻ്റെ മുമ്പിലാണ് ഖദ് എന്ന് വന്നത്. അപ്പോൾ ഖദ് ലലമ തീർച്ചയായും അക്രമം ചെയ്തു. നഫ്സഹു, നഫ്സ് സ്വന്തം, നഫ്സഹു അവനോട് തന്നെ അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ. ലാ തദിരി, ദറ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്. യദിരി അറിയും, അറിയുന്നു. തദിരി നീ അറിയും, നീ അറിയുന്നു. ലാ തദിരി നീ അറിയുകയില്ല. ലഅല്ലല്ലാഹ, ലഅല്ല എന്ന് പറഞ്ഞാൽ ആയേക്കാം. ലഅല്ലല്ലാഹ അള്ളാഹു ആയേക്കാം. യുഹ്ദിസു, അഹ്ദസ എന്ന് പറഞ്ഞാൽ പുതുതായി കൊണ്ടുവന്നു. യുഹ്ദിസു അവൻ പുതുതായി കൊണ്ടുവരും അല്ലെങ്കിൽ പുതുതായി കൊണ്ടുവരുന്നു. അപ്പോൾ ലഅല്ലല്ലാഹ യുഹ്ദിസു, അള്ളാഹു പുതുതായി കൊണ്ടുവന്നേക്കാം. ബഅദ ദാലിക, ബഅദ ശേഷം, ദാലിക അത്, ബഅദ ദാലിക അതിന് ശേഷം. അംറ വല്ല കാര്യവും, അംറ് കാര്യം, അംറൻ വല്ല കാര്യവും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം യാ അയ്യുഹൻ നബിയു ഇദാ തൊല്ലഖ്തുമുൻ നിസാഅ ഫതൊല്ലിഖൂഹുന്ന ലിഇദ്ദത്തിഹിന്ന വ അഹ്സുൽ ഇദ്ദ. പ്രവാചകരെ, നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യേണ്ടി വന്നാൽ അവരെ അവരുടെ ഇദ്ദാകാലത്തേക്ക് നിങ്ങൾ വിവാഹമോചനം ചെയ്യുവീൻ, അവരുടെ ഇദ്ദാകാലം കണക്കാക്കുകയും ചെയ്യുവീൻ. വത്തഖുല്ലാഹ റബ്ബക്കും വലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂത്തിഹിന്ന വലാ യഖ്റുജ്ന ഇല്ലാ അൻ യഅതീന ബിഫാഹിഷത്തി മുബയ്യിന. നിങ്ങൾ നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. അവരെ അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കാൻ പാടില്ല, അവർ വീടുകളിൽ നിന്ന് പുറത്തു പോവാനും പാടില്ല, വ്യക്തമായ എന്തെങ്കിലും നീചവൃത്തി അവർ കൊണ്ടുവന്നാലല്ലാതെ. വത്തിൽക ഹുദൂദുല്ലാ, അത് അള്ളാഹുവിൻ്റെ അതിർത്തികളാകുന്നു. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ലലമ നഫ്സ, ആരാണോ അള്ളാഹുവിൻ്റെ അതിർത്തികളെ വിട്ടുകടക്കുന്നത് തീർച്ചയായും അവൻ അവനോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. ലാ തദിരി ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ, നിങ്ങൾ അറിയുന്നില്ല, അള്ളാഹു ഒരുപക്ഷേ അതിനുശേഷം വല്ല കാര്യവും പുതുതായി കൊണ്ടുവന്നേക്കാം. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. യാ അയ്യുഹൻ നബിയു, നബിയെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്, പ്രവാചകരെ എന്ന് വിളിച്ചിട്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. പക്ഷേ അതിനുശേഷം ഇദാ തൊല്ലഖ്തും എന്നാണ് പറഞ്ഞത്. താങ്കൾ വിവാഹമോചനം ചെയ്യേണ്ടി വന്നാൽ എന്നല്ല, നിങ്ങൾ വിവാഹമോചനം ചെയ്യേണ്ടി വന്നാൽ എന്നാണ്. അപ്പോൾ അവിടുന്ന് മനസ്സിലാക്കാം, തുടക്കത്തിലുള്ള വിളി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണെങ്കിലും പറയുന്ന കാര്യങ്ങൾ എല്ലാ ആളുകളോടുമുള്ളതാണ്. പ്രവാചകന് മാത്രം ബാധ്യതയുള്ള, പ്രവാചകന് മാത്രം ബാധിക്കുന്ന വിഷയമല്ല പറഞ്ഞിരിക്കുന്നത്, ഇത് എല്ലാവർക്കും ബാധകമായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രവാചകരെ വിളിച്ചുകൊണ്ട് പറയുന്നത് ഇദാ തൊല്ലഖ്തും, നിങ്ങൾ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ തൊലാക്ക് ചെയ്യുകയാണെങ്കിൽ, അന്നിസാ സ്ത്രീകളെ, അതായത് ഭാര്യമാരെ ഉദ്ദേശിക്കുന്നത്. ഫതൊല്ലിഖൂഹുന്ന ലിഇദ്ദത്തിഹിന്ന, അവരെ നിങ്ങൾ അവരുടെ ഇദ്ദാകാലത്തേക്ക് വിവാഹമോചനം ചെയ്യുവീൻ. വ അഹ്സുൽ ഇദ്ദ, ആ ഇദ്ദാകാലത്തെ നിങ്ങൾ കണക്കാക്കുകയും ചെയ്യുവീൻ. അപ്പോൾ ഇസ്ലാമിൽ നമുക്കറിയാം, വിവാഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വിവാഹത്തിന് വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. വിവാഹവും കുടുംബജീവിതവും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇസ്ലാമിൽ. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിവൃത്തിയില്ലാതെ, ഒരുമിച്ച് പോവാൻ യാതൊരു മാർഗവുമില്ലാതെ പരസ്പരം പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ആ ഭാര്യാഭർത്താക്കന്മാർ അതും സഹിച്ചുകൊണ്ട് തന്നെ മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇസ്ലാം പറയുന്നില്ല. അവർക്ക് വേർപിരിയാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്, അത്രയും ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നു കഴിഞ്ഞാൽ.
അപ്പോൾ അവർക്കവിടെ ത്വലാക്ക് ചെയ്യാം. ത്വലാക്ക് എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീയെ വിവാഹമോചനം ചെയ്യുന്നതിനെയാണ് ത്വലാക്ക് എന്ന് പറയാം. അതേസമയം സ്ത്രീകൾക്ക് തിരിച്ചും പുരുഷനെ ഒഴിവാക്കാനുള്ള അവസരമുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്കത് സൂചിപ്പിക്കാം. ഈ ഒരു സൂറത്തിൽ ആദ്യത്തെ 7 ആയത്തുകളോളം ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂചിപ്പിക്കാം പിന്നീട്. അപ്പോൾ പുരുഷൻ ഭാര്യയെ ഒഴിവാക്കുന്നതിനെയാണ് ത്വലാക്ക് എന്ന് പറയാം. അങ്ങനെ ത്വലാക്ക് ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നാൽ നിങ്ങൾ അവരെ അവരുടെ ഇദ്ദാകാലത്തേക്ക് ത്വലാക്ക് ചെയ്യുവീൻ എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അതായത് സ്ത്രീയെ ത്വലാക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ അങ്ങ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇസ്ലാമിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു പറയുന്നത് അവരുടെ ഇദ്ദാകാലത്തേക്ക് അവരെ നിങ്ങൾക്ക് ത്വലാക്ക് ചെയ്യാം. അത്രയും ഒരു അനിവാര്യ ഘട്ടം വന്നാൽ, ഒരു നിർബന്ധിത ഘട്ടം വന്നാൽ, നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ ത്വലാക്ക് ചെയ്യാം. പക്ഷേ അത് അവരുടെ ഇദ്ദാകാലത്തേക്കാണ് നിങ്ങൾ ത്വലാക്ക് ചെയ്യേണ്ടത്. എന്താണ് ഇദ്ദാകാലത്തേക്ക് ത്വലാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അത് ഒരു സ്ത്രീക്ക് ആർത്തവമുണ്ടാകുന്ന സമയത്ത് ആ ഒരു ആർത്തവ ഘട്ടത്തിൽ അവരെ ത്വലാക്ക് ചെയ്യാൻ പാടില്ല. ആ ഒരു ആർത്തവത്തിൻ്റെ ദിവസങ്ങൾക്ക് ശേഷം, അതായത് പീരിയഡ്സിൻ്റെ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മെൻസസിൻ്റെ ദിവസങ്ങൾക്ക് ശേഷം ഒരു ശുദ്ധികാലം വരുമല്ലോ, ആ ശുദ്ധികാലത്തായിരിക്കണം ത്വലാക്ക് ചെയ്യേണ്ടത്. ആ ശുദ്ധികാലത്ത് ത്വലാക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധം, ലൈംഗിക ബന്ധം സംഭവിക്കാത്ത ശുദ്ധികാലത്തായിരിക്കണം. ആ ഒരു ശുദ്ധികാലത്ത് ലൈംഗിക ബന്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുദ്ധികാലത്തും ത്വലാക്ക് ചെയ്യാൻ പാടില്ല. പിന്നീട് അത് കഴിഞ്ഞ് അടുത്ത ശുദ്ധികാലത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ലൈംഗിക ബന്ധം സംഭവിക്കാത്ത ശുദ്ധികാലത്തായിരിക്കണം ത്വലാക്ക് ചെയ്യേണ്ടത്. അതാണ് അവരുടെ ഇദ്ദാകാലത്തേക്ക് നിങ്ങൾ അവരെ ത്വലാക്ക് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്നിട്ട് അള്ളാഹു പറയണം വ അസുൽ ഇദ്ദ, ആ ഇദ്ദാകാലത്തെ നിങ്ങൾ കണക്കാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊരു തമാശയല്ല. അങ്ങനെ ഒരു ത്വലാക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇദ്ദാകാലത്തെ, സ്ത്രീകളുടെ ഇദ്ദാകാലത്തെ കൃത്യമായിട്ട് എന്നാണത് തുടങ്ങുന്നത്, ആ ഇദ്ദാകാലം എന്നാണ് തുടങ്ങുന്നത്, എന്നാണത് അവസാനിക്കുന്നത് എന്ന് അത് കൃത്യമായിട്ട് കണക്കാക്കി വെക്കണം. അതിന് ആ ഭാര്യയും ഭർത്താവും ആ കുടുംബവും എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം, ആ ഇദ്ദാകാലത്തെ നിങ്ങൾ കണക്കാക്കണമെന്ന് പറയുന്നത് എല്ലാവരോടും കൂടിയാണ്, ആ കുടുംബത്തോടും കൂടിയാണ്. എല്ലാവരും അത് കൃത്യമായിട്ട് വളരെ ഗൗരവത്തിൽ കാണണം. എത്രയാണ്, എന്നാണ് ഇദ്ദ തുടങ്ങുന്നത്, എന്നാണ് അവസാനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. വത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവായ, നിങ്ങളുടെ നാഥനായ, നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു പറഞ്ഞ ഈ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യേണ്ടത്. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ലാ തുഹ്രിജൂഹുന്ന മിൻ ബുയൂത്തിഹിന്ന വലാ യഹ്റുജ്ന, അവരെ അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കാൻ പാടില്ല. പുരുഷന്മാരോടാണ് പറയുന്നത്. അവരുടെ വീടുകളിൽ നിന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതോടുകൂടി ആ ഭർത്താവിൻ്റെ വീട് ഭാര്യയുടെയും കൂടെ വീടായി മാറി. അപ്പോൾ അവരുടെ വീടും കൂടിയാണിത്. ആ അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കാൻ പാടില്ല. ത്വലാക്ക് ചൊല്ലി എന്നുള്ളതിൻ്റെ പേരിൽ അവരെ പുറത്താക്കാൻ പാടില്ല വീട്ടിൽ നിന്ന്. വലാ യഹ്റുജ്ന, അവരായിട്ട് പുറത്ത് പോകാനും പാടില്ല. ആ ഭാര്യമാർ അവർ പുറത്ത് പോകാനും പാടില്ല. ഇല്ലാ അൻ യഅ്തീന ബിഫാഹിഷത്തിൻ മുബയ്യിന, വ്യക്തമായ എന്തെങ്കിലും നീചവൃത്തി അവർ കൊണ്ടുവന്നാലല്ലാതെ. അപ്പോൾ എന്താണ് ഈ വ്യക്തമായ നീചവൃത്തി അവർ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ? അതിന് പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഒന്ന്, വ്യഭിചാരം പോലെയുള്ള വ്യക്തമായ ഏതെങ്കിലും തെറ്റ് അവർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടി പോകുന്നു എന്നൊക്കെയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ താമസിപ്പിക്കേണ്ടതില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് തെറ്റായ, വളരെ മോശമായ വാക്ക്, ഇപ്പോൾ ആ വീട്ടിൽ താമസിപ്പിക്കുമ്പോൾ ആ വീട്ടുകാരോടും മറ്റുമൊക്കെ വളരെ മോശമായ രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു, ചീത്ത വാക്ക് കൊണ്ടൊക്കെ സംസാരിക്കുന്നു, പുലഭ്യം പറയുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരെ ആ വീടുകളിൽ താമസിപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ മോഷണം പോലെയുള്ള തെറ്റുകളൊക്കെ ഈ സ്ത്രീ ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായാൽ നിങ്ങൾക്ക് അവരെ വീടുകളിൽ താമസിപ്പിക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം ആ ഒരു ത്വലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീ അവരുടെ ഇദ്ദാകാലം കഴിച്ചു കൂട്ടേണ്ടത്
അവരുടെ ആ വീട്ടിൽ, അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ, ആ വീട്ടിൽ തന്നെയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് വത്തിൽക്ക ഹുദൂദുല്ലാ, അത് അള്ളാഹുവിൻ്റെ അതിർത്തികളാകുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പല കാര്യങ്ങൾക്കും അള്ളാഹു കൃത്യമായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളെയാണ് അതിർവരമ്പ്, അതിർത്തി എന്ന് പറയുന്നത്. ഓരോ കാര്യത്തിനും അതിർത്തികളുണ്ട്. ആ അതിർത്തിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ആ അതിർത്തിയുടെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഏത് കാര്യത്തിലും ഇസ്ലാമിൽ ഒരു കൃത്യമായ അതിർവരമ്പ് അള്ളാഹു വരച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇത് അള്ളാഹു വരച്ചിരിക്കുന്നൊരു അതിർവരമ്പാണ്. എങ്ങനെ ചെയ്യണം, എവിടെ നിൽക്കണം, എന്ന് ചൊല്ലണം, ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അതിർവരമ്പുകൾ പാലിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ലലമ നഫ്സ. ഇനി ആരെങ്കിലും അള്ളാഹു പറഞ്ഞിരിക്കുന്ന ആ അതിർവരമ്പുകളെ മറികടന്നാൽ, എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ രൂപത്തിലല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ, അവൻ ഫഖദ് ലലമ നഫ്സഹു, അവനോട് തന്നെയാണ് അക്രമം ചെയ്തത്. ഇപ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താണ്? ശുദ്ധികാലത്ത് മാത്രമേ ത്വലാഖ് ചൊല്ലാവൂ, അല്ലെങ്കിൽ ആർത്തവ സമയത്ത് വിവാഹമോചനം നടത്താൻ പാടില്ല. മാത്രമല്ല, ഓരോ ത്വലാഖ് കഴിഞ്ഞാലും, ഒരു ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ 3 ശുദ്ധികാലം ആ സ്ത്രീ, ആ ഭാര്യ ആ വീട്ടിൽ തന്നെ, ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ആ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടണം. അവിടെ അപ്പോഴും അയാളുടെ ഭാര്യ തന്നെയാണ് ഈ സ്ത്രീ. ത്വലാഖ് ചൊല്ലി എന്നുള്ളത് കൊണ്ട് ഭാര്യ അല്ലാതായി മാറുന്നില്ല. ആ ഒരു ഇദ്ദാകാലം പൂർത്തിയാക്കുന്നത് വരെ അവിടെ തന്നെ കഴിയണം. ആ ഇദ്ദാകാലം പൂർത്തിയാക്കുന്നതിൻ്റെ മുമ്പ്, എന്ന് പറഞ്ഞാൽ 3 ശുദ്ധികാലം കഴിയുന്നതിന് മുമ്പ് ഇവർ തമ്മിലുള്ള പിണക്കം മാറി ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് മനസ്സ് വന്നാൽ ഒരു നിക്കാഹിൻ്റെ പോലും ആവശ്യമില്ല, അവർക്ക് ഒരുമിച്ചങ്ങ് ജീവിക്കാം. അതോടുകൂടി ആ ത്വലാഖ് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവായി. അതേസമയം ആ ഇദ്ദാകാലം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ, അപ്പോൾ അവർക്ക് നിക്കാഹ് ചെയ്യേണ്ടി വരും. 2 പ്രാവശ്യം ആ രൂപത്തിൽ മടക്കിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ത്വലാഖ് ചൊല്ലാൻ അനുവാദമുണ്ട്. 3ാമത്തെ പ്രാവശ്യമാണെങ്കിൽ പിന്നീട് അങ്ങനെ 3 പ്രാവശ്യം ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് മടക്കിയെടുക്കാൻ അത്ര എളുപ്പത്തിൽ കഴിയില്ല. അപ്പോൾ ഇവിടെ അള്ളാഹു നിശ്ചയിച്ച യഥാർത്ഥത്തിലുള്ള ത്വലാഖ് എന്ന് പറയുമ്പോൾ, ഒരു ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അതിനുശേഷം 3 ശുദ്ധികാലം, അതായത് ഒരു ഇദ്ദാകാലം കഴിയണം. എന്നിട്ട് അവരൊരുമിക്കുന്നില്ലെങ്കിൽ അവർക്ക് വേർപിരിയാം. അഥവാ അവർ ഒരുമിക്കുകയാണെങ്കിൽ അവർ ജീവിക്കുന്നതിനിടയിൽ വീണ്ടും ചിലപ്പോൾ അവർക്ക് വിവാഹമോചനം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ തന്നെ വിവാഹമോചനം ചെയ്യാം. അങ്ങനെ അവിടെ ആ ഒരു ശുദ്ധികാലം കഴിഞ്ഞുകൂടാ. അതാണ് 2ാമത്തെ ത്വലാഖ്. എന്നാൽ ഒരാൾ അള്ളാഹു പറഞ്ഞ രൂപത്തിലല്ലാതെ ഈ 3 ത്വലാഖും ഒരുമിച്ചങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ, ഒപ്പം തന്നെ 3 ത്വലാഖും ചൊല്ലി എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ, അത് 3 വ്യത്യസ്ത ത്വലാഖുകളായിട്ട് കൂട്ടുമോ അതോ ഒരൊറ്റെണ്ണം മാത്രമായിട്ടാണോ എണ്ണുക എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഒരൊറ്റ ത്വലാഖ് മാത്രമായിട്ടേ കൂട്ടുള്ളൂ എന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ അത് 3 ത്വലാഖായിട്ട് തന്നെ പരിഗണിക്കും. പക്ഷേ തെറ്റായ രൂപത്തിലാണ് അത് പറഞ്ഞത്. അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിലല്ലാതെയാണ് ത്വലാഖ് അവിടെ ചൊല്ലിയതെങ്കിലും അത് ത്വലാഖ് തന്നെ ആയി എന്ന അഭിപ്രായവും പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അപ്പോൾ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ലലമ നഫ്സ, ആരെങ്കിലും അള്ളാഹു വരച്ചിരിക്കുന്ന അതിർവരമ്പുകൾ മറികടക്കാൻ ശ്രമിച്ചാൽ, അള്ളാഹുവിനെ ധിക്കരിക്കാൻ ശ്രമിച്ചാൽ, അള്ളാഹു പറഞ്ഞ രൂപത്തിലല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ, അവനോട് തന്നെയാണ് അക്രമം ചെയ്തിട്ടുള്ളത്. കാരണം അത് അവന് തന്നെയാണ് ദോഷമായിട്ട് വരിക. ലാ തദ്രി ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ. അതിനുശേഷം അള്ളാഹു വല്ല പുതിയ കാര്യവും കൊണ്ടുവന്നേക്കാം, അത് അവനറിയില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അള്ളാഹു നിശ്ചയിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും അവർ വേർപിരിഞ്ഞതിന് ശേഷം, അതായത് ത്വലാഖ് ചൊല്ലിയതിന് ശേഷമുള്ള ഇദ്ദാകാലത്ത് അവർ 2 പേരും ഒരേ വീട്ടിൽ തന്നെ കഴിയുമ്പോൾ അവർ വീണ്ടും യോജിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. മാത്രമല്ല ആ സമയത്ത് അതുവരെ സ്വന്തം ഭാര്യയായിട്ട്
അവർ പിണക്കമൊന്നുമില്ലാത്ത കാലത്ത് എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത് അതുപോലെയുള്ള വീട്ടിലെ സൗകര്യങ്ങൾ മുഴുവൻ കൊടുക്കണം. എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടാവില്ല, അവർക്ക് ആ ഒരു ലൈംഗിക ബന്ധം ഉണ്ടാവില്ല. അവർ ഒരുമിച്ച് ആ ഒരു വീട്ടിൽ കഴിഞ്ഞുകൂടുന്നു. അതിനു മുമ്പ് തൊലാക്ക് ചൊല്ലുന്നതിൻ്റെ മുമ്പ് എന്തൊക്കെ സൗകര്യങ്ങളാണോ ആ വീട്ടിൽ കൊടുത്തിരുന്നത് ആ സൗകര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിരിക്കണം. ഭക്ഷണമാണെങ്കിലും താമസത്തിൻ്റെ മറ്റു കാര്യങ്ങളാണെങ്കിലും അവർക്കുള്ള ചിലവാണെങ്കിലും എല്ലാം അതിന് മുമ്പുള്ള പോലെ തന്നെ കൊടുത്തിരിക്കണം. ആ ഒരു 3 ശുദ്ധികാലവും അത് കഴിയുന്നതിന് മുമ്പ്, ആ 3 ശുദ്ധികാലം കഴിയുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ ഒരു നിക്കാഹിൻ്റെയും ആവശ്യമില്ല. അവർ ഒരുമിച്ചു, വീണ്ടും അവർ ഭാര്യാഭർത്താക്കന്മാരായി മാറി. അപ്പോൾ ഈ രൂപത്തിൽ ഇതിൻ്റെയൊക്കെ മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരേ വീട്ടിൽ തന്നെ കഴിയുമ്പോൾ ഒരുമിച്ച് വീണ്ടും അവർ ഒരുമിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. പെട്ടെന്നുണ്ടാവുന്ന അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനൊക്കെ തൊലാക്ക് ചൊല്ലിയതിന് ശേഷം 1-2 മാസമൊക്കെ കഴിയുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരുപാട് ആളുകളുണ്ട്. പല ആളുകളും പറയാറുണ്ട് അങ്ങനെ തൊലാക്ക് ചൊല്ലി, പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ നല്ല രൂപത്തിലായി, ഇനി ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഒരേ വീട്ടിലാവുമ്പോൾ വളരെ പെട്ടെന്ന് അവർ വീണ്ടും യോജിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹു പല കാര്യങ്ങളും കൃത്യമായി മനുഷ്യൻ്റെ മനസ്സറിയുന്ന അള്ളാഹു ആ രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടി വന്നാൽ. അതുപോലെ തന്നെ ഇത് അള്ളാഹുവിന് ഒട്ടും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അള്ളാഹു വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് ഇത് എന്ന് പറയാറുണ്ട്. ആ ഹദീസിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം വെറുക്കപ്പെട്ട ഒരു കാര്യം അള്ളാഹു ഒരു അനുഗ്രഹമായിട്ട് കൊടുക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും ഇതൊരു അനുഗ്രഹമാണ്. കാരണം ഇങ്ങനെ ഒരു അനുവാദം അള്ളാഹു നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 പേര് തമ്മിൽ കല്യാണം കഴിച്ചു, അങ്ങനെ പിന്നീട് അവർ തമ്മിൽ പൊരുത്തക്കേടുകൾ വന്ന്, അതും ഗുരുതരമായ രൂപത്തിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒട്ടും പറ്റാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മരണം വരെ അവരൊരുമിച്ച് തന്നെ ജീവിക്കണം എന്നതായിരുന്നു നിയമമെങ്കിൽ എന്തൊരു പ്രയാസമായിരിക്കും എന്ന് ആലോചിച്ച്. അതേസമയം അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എല്ലാം സഹിച്ചുകൊണ്ട്, മനസ്സ് വേദനിച്ചുകൊണ്ട്, ഒരു തരത്തിലും തമ്മിൽ ഒരുമിച്ച് പോവില്ല എന്ന് ഉറപ്പായതിനു ശേഷം അവർ ഒരുമിച്ച് ജീവിക്കേണ്ടതില്ല, അവർക്ക് വേർപിരിയാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ്. അതൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു സൂറത്തിൽ അള്ളാഹു അതിൻ്റെ നിയമങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലും ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളുണ്ട്. ആ സൂറത്തുൽ ബഖറയിൽ ഇറങ്ങിയ ആയത്തുകൾക്ക് ശേഷമാണ് ഈ കാര്യം ഇറങ്ങുന്നത്. അപ്പോൾ അള്ളാഹു പറയുന്നത്, നിങ്ങൾക്കറിയില്ല അതിനുശേഷം അള്ളാഹു വല്ല പുതിയ കാര്യങ്ങളും കൊണ്ടുവന്നേക്കാം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ നമുക്കറിയാത്ത പല കാര്യങ്ങളും അതിനുശേഷം സംഭവിച്ചേക്കാം. അതുകൊണ്ട് അള്ളാഹു പറയുന്ന രൂപത്തിൽ വേണം ഈ നിയമങ്ങളൊക്കെ നിങ്ങൾ പ്രയോഗിക്കാൻ. അതായത് ഇത്തരം വിവാഹമോചനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അള്ളാഹു എങ്ങനെയാണോ അതിനെ നടത്താൻ പറഞ്ഞത് ആ രൂപത്തിലേ അത് നടത്താവൂ എന്നർത്ഥം. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യാ അയ്യുഹ, അവിടെ യാ എന്നുള്ള ഒരു നീട്ടലുണ്ട്, അയ്യുഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയുണ്ട്. ഇത് രണ്ടും വ്യത്യസ്ത പദങ്ങളില്ല. യാ എന്നുള്ളതൊരു പദമാണ്, അയ്യുഹ വേറെ പദമാണ്. അപ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അവിടെ നമുക്ക് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ എന്നാണ് അതിനെ പറയാം. അപ്പോൾ യാ അയ്യുഹ, അയ്യുഹ എന്നുള്ളിടത്തൊരു നീട്ടലുണ്ട്. ശരിക്ക് ആ നീട്ടലിന് ശേഷം ഒരു ഹംസത്തു വസിൽ വന്നതുകൊണ്ട് ആ നീട്ടൽ നഷ്ടപ്പെടും. അയ്യുഹാ അൻ നബിയു എന്ന് പറയില്ല, അയ്യുഹൻ നബിയു എന്നാണ് പറയാം. എന്തുകൊണ്ട്? അയ്യുഹ എന്നുള്ളതിൻ്റെ ആ നീട്ടൽ നഷ്ടപ്പെട്ടു, അതിനുശേഷം ഹംസത്തു വസിൽ വന്നതുകൊണ്ട്. അപ്പോൾ യാ അയ്യുഹൻ നബിയു, അൻ നബിയു, നൂനിൻ്റെ ശബ്ദം മണിക്കണം. ഇതാ തൊല്ലഖ്തും, തൊല്ലഖ് ഖാഫിൻ്റെ സുക്കൂന്, ഖുത്തുബുജദ്, ഈ 5 അക്ഷരങ്ങളിൽ ഏതൊരു അക്ഷരത്തിന് സുക്കൂന് കണ്ടാലും അതിനെ എടുത്ത് പറയണം, വെളിവാക്കി പറയണം, ഗൗരവത്തിൽ പറയണം. അപ്പോൾ തൊല്ലഖ്, അവിടെ ഖാഫിന് സുക്കൂന് വന്നു, അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. ഖ് എന്ന് വെളിവാക്കി പറയണം. തൊല്ലഖ്, തൊല്ലഖ്തുമുൻ നിസാ, നൂനിൻ്റെ ശബ്ദം മണിക്കുക. നിസാ, അവിടെ നോക്കൂ, സാ എന്നുള്ള നീട്ടലും അ എന്നുള്ള ഹംസയും അടുത്തടുത്താണ്, ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. നിസാ ഒറ്റപ്പദാണല്ലോ. അപ്പോൾ മദ്ദും ഹംസയും ഒറ്റ പദത്തിൻ്റെ ഉള്ളിൽ തന്നെ അടുത്തടുത്ത് വന്നു. അവിടെ നിർബന്ധമായിട്ടും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ അന്നിസാ ഫ തൊല്ലിഖൂഹുന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക.
ലി ഇദ്ദത്തിഹിന്ന അവിടെയും നൂൻ്റെ ശബ്ദം മണിക്കുക. വ അസുൽ ഐദ്ദ അവിടെ അസൂ എന്നുള്ളിടത്തുള്ള മദ്ദും നഷ്ടപ്പെടും, കാരണം അതിനുശേഷം ഹംസത്ത് വസ്ൽ വന്നു. അപ്പോൾ അസൂ എന്ന് പറയില്ല, അസുൽ ഐദ്ദ. ഇദ്ദ എന്ന് കഴിഞ്ഞിട്ട് ശരിക്കും അവിടെ ഇദ്ദത്ത എന്നാണ്. അവിടെ ഒരു സുലി കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് കഴിയുമെങ്കിൽ. ഇനി അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ഇദ്ദ എന്ന് പറഞ്ഞിട്ട്, ഇദ്ദത്ത് എന്നല്ല, ഇദ്ദ സുക്കൂനുള്ള ഹായിൽ അവസാനിക്കുന്ന രൂപത്തിൽ ഇദ്ദ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. അവിടെ നിർത്താതെ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇദ്ദത്ത അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്ത് പോവുക. വത്തഖുല്ലാഹ അവിടെ വത്തഖൂ എന്നുള്ള ആ ഒരു നീട്ടിൽ നഷ്ടപ്പെട്ടു, കാരണം ശേഷം ഹംസത്ത് വസ്ൽ വന്നു. അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു അലിഫ്, ആ ഒരു ഹംസ, അത് ഹംസത്ത് വസ്ലാണ്. അപ്പോൾ അതുകൊണ്ട് വത്തഖൂ എന്നുള്ള ആ നീട്ടിൽ നഷ്ടപ്പെടും. വത്തഖു എന്നേ പറയുള്ളൂ. വത്തഖുല്ലാഹ റബ്ബക്കും, റബ്ബക്കും എന്ന് കഴിഞ്ഞിട്ട് അവിടെയും ഒരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. ലാ തുഖ്രിജൂഹുന്ന അവിടെ നൂനിൻ്റെ ശബ്ദ് മണിക്കുക. മിംബുയൂത്തി ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. അപ്പം മിൻ എന്നുള്ളത് മിം എന്നാക്കി മാറ്റും. അതിനെ ഇഖ്ലാബ് എന്നാണ് ആ നിയമത്തിന് പറയാം. ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റുന്നു എന്നാണ് ഉദ്ദേശം. ഖൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നത് എന്നാണ്. ഇഖ്ലാബ് മാറ്റിമറിക്കൽ. അപ്പോൾ ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റുക. മിൻ എന്നുള്ളതിന് പകരം മിം എന്ന് പറയാം. അതൊരു സാവകാശമുള്ള ഒരു മീമാക്കി മാറ്റലാണ്. പെട്ടെന്ന് തന്നെ ചുണ്ടു കൂട്ടൂല. ആദ്യം ചെറിയൊരു വിടവ് വരുത്തിയിട്ട് അവസാനമാണ് മീമിന് വേണ്ടിയിട്ട്, ആ ബാഇന് വേണ്ടിയിട്ട് ചുണ്ടു കൂട്ടുക. അപ്പം മിംബുയൂത്തി അവിടെ മണിക്കും വേണം. മിംബുയൂത്തി ഹിന്ന, ഹിന്ന എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ നൂന് ശബ്ദമാണ് അവിടെ മണിക്കണം. വലാ യഹ്റുജ്ന ജീമിന് സുക്കൂന്, അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിൽപ്പെട്ടു, കുത്തുബുജതിൽ പെട്ടു. ആ ജീമിൻ്റെ സുക്കൂന് എടുത്തു പറയണം, വെളിവാക്കണം. യഹ്റുജ്ന ഇല്ലാ അൻ, ഇല്ലാ എന്നുള്ളതിലൊരു മദ്ദ് വന്നു. അൻ എന്നുള്ളതിൽ എൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണ്, വ്യത്യസ്ത പദങ്ങളിലാണ്. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അപ്പോൾ ഇല്ലാ അൻ. ഐ തീന യാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന്, യാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇദ്ഗാം ബിഗുന്ന എന്ന് പറയും. അപ്പോൾ അൻ എന്നുള്ളത് ഐ തീന, ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുകയും ചെയ്യാം. ഐ തീന. ബി ഫാഹിഷത്തിൻ, ഫാഹിഷത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്. ശേഷം അടുത്ത അക്ഷരം മീമാണ്. മുബയ്യന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ മീം. അപ്പോൾ തൻവീനിന് ശേഷം മീം വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ബി ഫാഹിഷത്തി എന്ന് പറഞ്ഞിട്ട് മീമിന് ഷദ്ദുള്ള രൂപത്തിൽ പറഞ്ഞ് അതിനെ മണിച്ചാൽ മതി. അപ്പോൾ ബി ഫാഹിഷത്തിൻ മുബയ്യന, മുബയ്യനത്തിൻ എന്നാണ് ശരിക്കും അവിടെ. അവിടെ ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ മുബയ്യന, ആ അവസാനത്തെ തായിനെ, മുബയ്യനത്ത് എന്നുള്ളതിൻ്റെ അവസാനത്തെ തായിനെ സുക്കൂനുള്ള ഹ ആക്കിയിട്ട് പറയാം, മുബയ്യന. നിർത്താതെ പോവുകയാണെങ്കിൽ മുബയ്യനത്തിൻ എന്ന് പറയണം. അപ്പോൾ അടുത്ത അക്ഷരം ശ്രദ്ധിക്കണം. അടുത്ത അക്ഷരം വാവാണ്. ആ വാവിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മുബയ്യനത്തിയോവ എന്ന് പറയും അവിടെ നിർത്താതെ പോവുകയാണെങ്കിൽ. നിർത്തുകയാണെങ്കിൽ മുബയ്യന. വ തിൽക്ക ഹുദൂദുല്ലാ, ഹുദൂദുല്ലാ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ഹുദൂദുല്ലാ, അവസാനത്തെ അള്ളാഹി എന്നെഴുതിയതിൻ്റെ അവസാനത്തെ ഹ ഇന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ ആ ലാ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, കാരണം അത് മദ് ആരിലായിട്ട് മാറും. അപ്പോൾ വ തിൽക്ക ഹുദൂദുല്ലാ. ഇനി അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ ആ എഴുതിയ പോലെ തന്നെ ഓതുക. വ തിൽക്ക ഹുദൂദുല്ലാഹി വമയ്യതഅദ്ദ, ആ എഴുതിയ പോലെ തന്നെ ഓതിപ്പോവുക. വമയ്യതഅദ്ദ, വമൻ അവിടെ സുക്കൂണിലെ നൂന് വന്നു, ശേഷം യാ ആണ്. യാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നാൽ ആ സുക്കൂണിലെ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ വമയ്യതഅദ്ദ, വമൻ എന്ന് പറയില്ല, വമയ്യതഅദ്ദ. ഹുദൂദല്ലാഹി ഫഖദ്, ദാലിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരം വീണ്ടും വന്നു. അപ്പോൾ ഇവിടെ 3 കൽക്കലത്തിൻ്റെ അക്ഷരം ഇതിൽ തന്നെ വന്നു. ആകെ 5 എണ്ണം ഉള്ളത്. കുത്തുബുജദ്, ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്. അതിൽ 3 എണ്ണം ഈ ഒരു ആയത്തിൽ തന്നെ വന്നു. ഫഖദ് ലലമ നഫ്സഹു, നഫ്സഹു എന്ന് കഴിഞ്ഞിട്ട് അവിടെ ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ നഫ്സഹ് എന്ന് പറഞ്ഞിട്ട് ആ ഹ ഇന് സുക്കൂനിട്ടിട്ട് വേണം നിർത്താൻ. നിർത്താതെ ഓതുകയാണെങ്കിൽ ശേഷം വരുന്ന അക്ഷരത്തിന് ഹർക്കത്തുണ്ട്, ഈ ഹ ഉൽ ലമീറിൻ്റെ മുമ്പുള്ള അക്ഷരത്തിനും ഹർക്കത്തുണ്ട്. അപ്പോൾ
മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടെങ്കിൽ ഹാ ഉൽ അമീറിനെ ഒരു രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതുകൊണ്ട് അവിടെ ഒരു വാവ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചേർത്തി അവിടെ നിർത്താതെ പാരായണം ചെയ്യുമ്പോഴാണ് ആ ഒരു വാവിന് പ്രസക്തിയുള്ളൂ. നഫ്സഹു എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയ പോലെ പാരായണം ചെയ്ത് പോവാം. ലാ തദിരി, ദാലിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. ലാ തദിരി, റാഇന് കസ്റായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറൻ, അംറൻ എന്നുള്ളിടത്ത് ഫതഹ് തൻവീനിലാണ് അവിടെ അവസാനിക്കുന്നത്. ഫതഹ് തൻവീനിൽ പാരായണം നിർത്തേണ്ടി വന്നാൽ അതിനെ ഫതഹ് ആക്കിയിട്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ മദ് അഴവല് എന്നാണ് പറയുക. അപ്പോൾ അമ്ര എന്നാണ് അവിടെ അവസാനിപ്പിക്കുമ്പോൾ നിർത്തേണ്ടത്. അമ്രൻ എന്ന് പറഞ്ഞിട്ടല്ല നിർത്തുക, അമ്ര എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇദാ ത്വല്ലഖ്തുമുൻ നിസാഅ ഫത്വല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന വഅഹ്സുൽ ഇദ്ദ വത്തഖുല്ലാഹ റബ്ബക്കും ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന വലാ യഖ്റുജ്ന ഇല്ലാ അൻ യഅ്തീന ബിഫാഹിശത്തിൻ മുബയ്യിനഹ വതിൽക ഹുദൂദുല്ലാഹ് വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹു ലാ തദ്രി ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറാ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ യാ അയ്യുഹൻ നബിയു ഇദാ ത്വല്ലഖ്തുമുൻ നിസാഅ, ത്വല്ലഖ്തും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ശരിക്ക് സുക്കൂനുള്ള മീമാണ്. അങ്ങനെ സുക്കൂനുള്ള മീം ഇട്ട് കഴിഞ്ഞാൽ ശേഷം വരുന്ന അൻ നിസാഉ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ഷദ്ദുള്ള നൂന, അതിനെ പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ നൂനിന് സുക്കൂനായിട്ട് വരും. അപ്പോൾ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരുന്നൊരു പ്രശ്നം വരും, ഇൽത്തിഖാ ഉസാക്കിനീൻ എന്ന് പറയും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആദ്യത്തെ ആ ഒരു സുക്കൂനിനെ മാറ്റും. ഇവിടെ ത്വല്ലഖ്തും എന്നുള്ളത് ത്വല്ലഖ്തുമു എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ പാരായണത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടില്ല. ഇതാ ത്വല്ലഖ്തുമുൻ നിസാഅ, ത്വല്ലഖ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹമോചനം ചെയ്തു എന്നാണല്ലോ. ആരെ? അന്നിസാ, സ്ത്രീകളെ, ഭാര്യമാരെ. അതുകൊണ്ട് ആ നിസാ എന്നുള്ള പദം ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മഫൂലും ബിഹിയാണ്, അല്ലെങ്കിൽ കർമ്മമാണ്. അതുകൊണ്ടാണ് നിസാ എന്നെഴുതിയത്. അവസാനത്തിൽ ഫതഹ് ഇടാനുള്ള കാരണം അതിന് നെസ്ബ് കൊടുക്കണം. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് നിസാ എന്ന് അവസാനത്തിൽ ഫതഹ് ഇട്ടിട്ട് എഴുതിയത്. ഫ ത്വല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന, ശരിക്ക് അവരുടെ ഇദ്ദ എന്നുള്ളതിന് ഇദ്ദത്തുഹുന്ന എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ എങ്ങനെയാണ് ഇദ്ദത്തിഹിന്ന ആയത്? ലീ എന്നുള്ളത് ഹർഫ് ജറ. ലീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും, സാധാരണ കെസർ കൊണ്ടോ കെസർ തൻവീനുണ്ടോ. അതുകൊണ്ട് ലി ഇദ്ദത്തി എന്നാ പറയുക, ലി ഇദ്ദത്തു എന്ന് പറയില്ല. ഇനി ഹുന്ന ഹിന്ന, ഇതിൽ ഏത് ചേർക്കണമെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസറാണെങ്കിൽ ഹിന്ന എന്നാ ചേർക്കുക, അല്ലെങ്കിൽ ഹുന്ന എന്നാ ചേർക്കുക. ഇപ്പോൾ ഇവിടെ ലി ഇദ്ദത്തി എന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹിന്നയെ ചേർക്കാൻ പറ്റുള്ളൂ. കാരണം ഇദ്ദത്തി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കെസറാണല്ലോ. അപ്പോൾ അതിനോടുകൂടി ഹിന്ന എന്നാ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലി ഇദ്ദത്തി ഹിന്ന വ ആസു, നിങ്ങൾ കണക്കാക്കുവീൻ. എന്തിനെ? അൽ ഇദ്ദത്ത, ഇദ്ദാകാലത്തെ. അപ്പോൾ ആ ഇദ്ദത്ത് എന്നുള്ള പദം എന്തായി? അത് മഫൂലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അതിന് നെസ്ബ് കിട്ടണം. അതുകൊണ്ടാണ് ഇദ്ദത്ത എന്ന് ഫതഹ് ഇട്ട് എഴുതിയത്. വത്തഖുല്ലാ, വത്തഖു, നിങ്ങൾ സൂക്ഷിക്കുവീൻ. ആരെ? അള്ളാഹ, അള്ളാഹുവിനെ. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം അവിടെ മഫൂലും ബിഹിയാണ്. അതുകൊണ്ടാണ് അള്ളാഹ നെസ്ബിട്ട് അവസാനത്തിൽ ഫതഹ് ഇട്ട് എഴുതാനുള്ള കാരണം അത് മഫൂലും ബിഹി ആയതുകൊണ്ടാണ്. റബ്ബക്കും, ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ ബദലാണ് റബ്ബ് എന്നുള്ളത്. അതായത് ആ അള്ളാഹു എന്നുള്ള പദത്തിന് ബദലായിക്കൊണ്ട് വന്ന പദമാണ്, അതിന് പകരമായിക്കൊണ്ട് വന്ന പദമാണ് റബ്ബ എന്നുള്ളത്. അതുകൊണ്ട് റബ്ബ് എന്നുള്ളതിനെ ബദൽ എന്ന് പറയും. ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂത്തിഹിന്ന, ബുയൂത്ത് എന്നുള്ളതിൻ്റെ മുമ്പിൽ മിൻ വന്നപ്പോൾ മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അപ്പോൾ ബുയൂത്തി എന്നെഴുതി. വലാ യഖ്റുജ്ന ഇല്ലാ അൻ യഅ്തീന ബി ഫാഹിഷത്തിൻ, ഫാഹിഷത്ത് എന്നുള്ളതിൻ്റെ മുമ്പിൽ ബി വന്നു, ബി ഹർഫ് ജറാണ്. അപ്പോൾ ബി ഫാഹിഷത്തിൻ അവസാനത്തിൽ കസ്ർ തൻവീന് കൊടുത്തു, അത് ജറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബി വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടണം. ബി ഫാഹിഷത്തിൻ മുബയ്യിനത്തിൻ, മുബയ്യിനത്ത് എന്നുള്ളത് ഫാഹിഷത്ത് എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദം, സിഫത്താണ്. അപ്പോൾ ആ ഫാഹിഷത്ത് എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെയാണ് മുബയ്യിനത്തും എഴുതാൻ പാടുള്ളൂ. ഫാഹിഷത്തിൻ, മുബയ്യിനത്തിൻ, രണ്ടും ഒരേ രൂപത്തിൽ, അതായത് രണ്ടിനും ജറാണ് കിട്ടിയിട്ടുള്ളത്. വ തിൽക ഹുദൂദുല്ലാ,
ഹുദൂദുല്ലാ എന്ന് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിർത്തികൾ. ഒന്നിൻ്റെ മറ്റൊന്നെന്ന് പറയുമ്പോൾ അതാണ് മുലാഫിൻ ഇലൈഹി പദപ്രയോഗം. ഇവിടെ ഹുദൂദ് എന്നുള്ളത് മുലാഫാണ്, അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലൈഹിയാണ്. ഈ മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹി എന്നെഴുതിയത്. ഹുദൂദുല്ലാഹു എന്ന് പറയില്ല, ഹുദൂദുല്ലാഹി എന്നാ പറയാം. വമൈ യതഅദ്ദ, അവിടെ മൻ എന്നുള്ളത് ഒരു നിബന്ധനയെ, ഷർത്തിനെ സൂചിപ്പിക്കുന്ന മന്നാണ്. അത്തരം മന്നുകൾ വരുമ്പോൾ അതിനുശേഷം വരുന്ന മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. സാധാരണ സുക്കൂന് കൊണ്ടാണത് കൊടുക്കുക, പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ യതഅദ്ദ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ ശരിക്കും ഒരു ഉച്ചരിക്കാത്ത യാ ഉണ്ട്. അങ്ങനെയുള്ള പദങ്ങളുടെ മുമ്പിലാണ് ഇത്തരം മന്ന് വരുന്നുണ്ടെങ്കിൽ ആ അവസാനത്തെ ആ ഉച്ചരിക്കാത്ത യാ നഷ്ടപ്പെടുക ചെയ്യുക. അതുകൊണ്ടാണ് വമൈ യതഅദ്ദ എന്നായത്. ആ മന്നില്ലെങ്കിൽ യതഅദ്ദ അവസാനത്തിലൊരു യാ വരും. അപ്പോൾ വമൈ യതഅദ്ദ, ആർ വിട്ടുകടക്കുന്നുവോ എന്തിനെ, ഹുദൂദ അതിർത്തികളെ. അപ്പോൾ ആ ഹുദൂദ എന്നുള്ളത് ഒബ്ജക്റ്റാണ്, മഫൂലും ബിഹിയാണ്, കർമ്മാണ്. അതുകൊണ്ടാണ് ഹുദൂദ എന്നെഴുതിയത്. ഹുദൂദ് അള്ളാഹി, വീണ്ടും ആ ഹുദൂദിനെ അള്ളാഹുലേക്ക് ചേർത്തു. അള്ളാഹു എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, അതുകൊണ്ട് അള്ളാഹി, അതിന് ജെറ് കിട്ടിയിട്ടുണ്ട്, അവസാനത്തിൽ കസ്ർ ഇട്ടിട്ടുണ്ട്. ഫഖദ് ലലമ നഫ്സഹു, ലലമ അക്രമം ചെയ്തു. ആരെ, എന്തിനെ, ആരോട്, എന്തിനോട്, നഫ്സ സ്വന്തത്തോട്. അപ്പോൾ ആ നഫ്സ എന്നുള്ള പദം ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മഫൂലും ബിഹിയാണ്, അല്ലെങ്കിൽ കർമ്മാണ്. അതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയത്. നഫ്സ എന്ന അവസാനത്തിൽ ഫത്ത് ഇടാനുള്ള കാരണം അത് മഫൂലും ബിഹി ആയതുകൊണ്ടാണ്. നഫ്സഹു ലാ തദിരി ലഅല്ലല്ലാഹ, ഈ ലഅല്ല എന്നുള്ള പദം ഇന്ന, അന്ന, കഅന്ന പോലെയുള്ള ആ ഒരു ഗണത്തിൽ വരുന്നതാണ്. ഇന്നയുടെ സഹോദരിമാർ എന്നുള്ള അർത്ഥത്തിലാണ് ഇവയൊക്കെ എണ്ണുക. അപ്പോൾ ഇന്ന വരുമ്പോൾ എങ്ങനെയാണോ പറയാറുള്ളത് അതുപോലെ തന്നെയാണ്, അതേ നിയമമാണ് ഇവിടെയും വരിക. ഇന്നല്ലാഹ എന്നല്ലേ പറയുള്ളൂ, ഇന്നല്ലാഹു പറയില്ലല്ലോ. അതേപോലെ ലഅല്ലല്ലാഹ എന്നേ പറയുള്ളൂ. ലഅല്ലയ്ക്ക് ശേഷം വരുന്ന ഇസ്മിന് നെസ്ബ് കിട്ടണം. ഈ ലഅല്ല എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെ ലഅല്ലയുടെ ഇസ്മ എന്ന് പറയും. അപ്പോൾ ഇവിടെ അള്ളാഹു എന്നുള്ള പദം ലഅല്ലയുടെ ഇസ്മായിട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അതിന് നെസ്ബ് കിട്ടണം. അതാണ് ലഅല്ലല്ലാഹ എന്ന് എഴുതാനുള്ള കാരണം. ഇന്നല്ലാഹ ഗഫൂറുൻ എന്നൊക്കെ പറയുന്ന പോലെ ലഅല്ലല്ലാഹ എന്നേ പറയുള്ളൂ, ലഅല്ലല്ലാഹു എന്ന് പറയില്ല. ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക, ബഅദ ദാലിക എടുത്തു കഴിഞ്ഞാൽ ബഅദ എന്നുള്ളത് ലർഫ് സമാനാണ്, ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ദാലിക എന്നുള്ളത് ഒരു ഇസ്മുമാണ്. അപ്പോൾ ബഅദ ദാലിക അത് ലർഫ് മുലാഫിൻ ഇലൈഹി പദപ്രയോഗം എന്ന് പറയും. അപ്പോൾ ആ ദാലിക എന്നുള്ളത് ശരിക്കും മുലാഫിൻ ഇലൈഹിയുടെ സ്ഥാനത്തായതുകൊണ്ട് അത് ജെറ് കിട്ടിയ അവസ്ഥയിലാണുള്ളത്. പക്ഷേ അതിൻ്റെ ജെറ് കസറിൻ്റെ രൂപത്തിൽ കാണിക്കാനൊന്നും പറ്റില്ല, അതൊരു മബ്നിയായ പദ. ദാലിക എന്ന് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അത് എന്നാലും അത് ജെറിൻ്റെ സ്ഥാനത്താണ് നമുക്ക് പറയാം. അമ്ര, അമ്ര എന്ന് എടുത്തു കഴിഞ്ഞാൽ യുഹ്ദിസു എന്നുള്ളതിൻ്റെ മഫൂലും ബിഹിയാണ് അമ്ര. അതായത് യുഹ്ദിസു അവൻ പുതുതായി കൊണ്ടുവരും, എന്തിനെ, അമ്രൻ വല്ല കാര്യവും. അപ്പോൾ അത് മഫൂലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അതുകൊണ്ടാണ് അതിന് അമ്രൻ ഫത്ത് തൻവീൻ ഇട്ടത്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.